64ാമത് സ്കൂൾ സംസ്ഥാന കലോത്സവം അങ്ങനെ കൊടിയിറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മൊകേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളാണ്. മിന്നും വിജയമാണ് ഇവിടുത്തെ കുട്ടികൾ കാഴ്ചവെച്ചിരിക്കുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ചവിട്ട് നാടകത്തിലാണല്ലേ ഫസ്റ്റ് കിട്ടിയത്? എ ഗ്രേഡ്. എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം മേദ്യ, പാർവണേന്ദു, പാർവതി, ഋതുവർണ്ണ, സാൻവി, ദ്യുതി, ശ്രീനിഹാര, അൻവിത, അൻവിത, ആൻവി, ദിയ. ഓക്കെ, എങ്ങനെയുണ്ടായി കലോത്സവം? നല്ല രീതിയിൽ തന്നെ നടന്നു. നമ്മൾ സംസ്ഥാന കലോത്സവത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന കുട്ടികളുണ്ട്, ഇതിന് മുന്നേ പങ്കെടുത്തവരുണ്ട്. നല്ല രീതിയിൽ തന്നെ കലോത്സവം നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആശാൻ്റെ തന്നെ കുറേ ടീംസ് ഉണ്ടായിരുന്നു. നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എല്ലാവരും സ്റ്റേജിൽ നിന്ന് തൂക്കിയെടുത്തോണ്ട് പോയത്. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ്. നമ്മൾ അത്രയും കാലത്തെ പ്രാക്ടീസ്, നമ്മൾ അവസാനത്തെ സ്റ്റേജാണല്ലോ ഇനി. നമ്മൾ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഹൈസ്കൂളിലെ അവസാനത്തെ കലോത്സവം കൂടിയാണെന്നുള്ള രീതിയിൽ നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് അവിടെ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് എത്ര മാസം അല്ലെങ്കിൽ എത്രയായിരുന്നു ഡ്യൂറേഷൻ പ്രാക്ടീസിൻ്റെ? നമ്മൾ ഇതിൻ്റെ സെലക്ഷന് ഓണം എക്സാമിന് മുന്നേ ഇതിൻ്റെ സെലക്ഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഓഗസ്റ്റ് ആ ടൈമിൽ തന്നെ ഇതിൻ്റെ സെലക്ഷന് വേണ്ടി നിന്നു. അപ്പം നമ്മൾ 4 പഴയ ആൾക്കാരുണ്ടായിരുന്നേ. അപ്പോൾ ബാക്കി 6 പുതിയ ആൾക്കാരെ നമുക്ക് കണ്ടെത്തേണ്ടിയിരുന്നു. അതിൽ നിന്ന് കുറേ ആൾക്കാർ സെലക്ഷൻ വന്നു, ഏകദേശം കുറേ ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഇതിന് പറ്റിയ ആൾക്കാരെ നോക്കി എല്ലാ ആശാൻ്റെ ശിഷ്യന്മാരും ഇങ്ങനെ നോക്കി എടുത്ത് അങ്ങനെ നമ്മൾ 6 ആളെ കണ്ടുപിടിച്ച് 6 ആൾക്കാരെ അതിൻ്റെ ബേസ് മുതൽ ഈ ചവിട്ടുനാടകം 20 മിനിറ്റ് ഡ്യൂറേഷനുള്ള ഒരു നാടകം വരെ എത്തിക്കാൻ കുറേ ടൈം എടുത്ത് നമ്മൾ ആദ്യമേ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇതേ നാടകം കളിച്ചേ. ആദ്യമേ ഇവരെ ഇതാക്കി, പിന്നെ ആശാന്മാരെ ശിഷ്യന്മാരും എല്ലാവരും കൂടി സത്യം പറഞ്ഞാൽ നല്ലോണം മെനക്കെട്ടിരുന്ന് പഠിപ്പിച്ച് അതിനുള്ള റിസൾട്ട് ജില്ലക്ക് ഫസ്റ്റ് കിട്ടി. അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ സ്റ്റേറ്റിൽ പോയി നല്ലൊരു അവിടെ നിന്ന് നേടിയല്ലേ 1ാം സമ്മാനം. ആരാണ് ആശാൻ? രാജു ആശാന് കേരളത്തിൽ അറിയപ്പെടുന്ന തന്നെ ആശാനാണ്. എല്ലാ ജില്ലയിലും ആശാന് ടച്ച് ഉണ്ട്. ആശാന് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു 14 ജില്ലകളിൽ വേഗത്തിൽ തന്നെ പഠിപ്പിച്ചെടുത്തതിൻ്റെ ഒക്കെ. അപ്പോൾ ആശാനാണ് നമുക്ക് എടുത്തു തന്നത്. ആശാൻ്റെ ശിഷ്യന്മാരാണ് നമുക്ക് മെയിനായിട്ട് വന്ന് പഠിപ്പിച്ചു തരാറുള്ളത്. നമുക്ക് ഋതുനേട്ടൻ, ആദിത്തേട്ടൻ അവരൊക്കെയാണ് വരാറുള്ളത്. പിന്നെ എങ്ങനെ തോന്നി കലോത്സവം? ഉഷാറായോ? നല്ലതായിരുന്നു. നല്ല പരിപാടിയും നല്ലോണം കളിക്കാൻ പറ്റി. പിന്നെ എക്സാം 10ാം ക്ലാസ്സിലാന്ന് പറഞ്ഞു ഒരുപാട് പിള്ളേർ. അപ്പോൾ എക്സാമിൻ്റെ ഉള്ള ടെൻഷനോ കാര്യങ്ങളൊക്കെ ഇതിനെ ബാധിച്ചോ? എന്തായിട്ടും ഉണ്ടായിരുന്നു ടെൻഷൻ. കാരണം നമ്മൾ പ്രാക്ടീസിന് പോയ സമയത്ത് അത്യാവശ്യം ക്ലാസ്സൊക്കെ മിസ് ചെയ്ത് കവർ ചെയ്യേണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. പക്ഷേ ടീച്ചേഴ്സൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളത് കവർ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും നമുക്ക് ഒരു തൃപ്തി ഉണ്ടാവില്ലല്ലോ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പീരീഡൊക്കെയാണ് നമ്മൾ ഇറങ്ങാറുള്ളത്. വെക്കേഷൻ ടൈമൊക്കെ നമ്മൾ ഇതിന് യൂസ് ചെയ്യും. ഇതിൻ്റെ ക്ലാസ് മിസ്സായി എന്ന് പറഞ്ഞാലും അതിനനുസരിച്ച് ടീച്ചേഴ്സ് നമുക്ക് കവറപ്പ് ചെയ്യാൻ നല്ലോണം സഹായിക്കുന്നുണ്ട്. ഈവനിങ് എത്ര സമയം വേണമെങ്കിൽ നമുക്ക് ഇരുന്ന് തരും. പിന്നെ രാത്രി ഏത് സമയത്ത് വിളിച്ചാലും ആ പോർഷൻസ് ഒക്കെ കവർ ചെയ്യാൻ സഹായിക്കും. പിന്നെ ക്ലാസ്സിലുള്ള അപ്പോൾ ഒന്നും കൂടി പോർഷൻസ് പറഞ്ഞു തരും. പിന്നെ അങ്ങനെയാണ്. ഇത്രയും സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സിനെ പറ്റി പറയണ്ടേ നമ്മൾ? നമ്മളെ കൺവീനർ ആയിട്ടുള്ളത് അനിത മിസ്സായിരുന്നു. നമ്മൾ എപ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നാലും ഇപ്പോൾ ഞായറാഴ്ചയൊക്കെ പ്രാക്ടീസ് ഉണ്ടാവാറുണ്ട്, സെക്കൻഡ് സാറ്റർഡേ ഒക്കെ. നമ്മൾ ആ ഒരു ടൈം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പം മിസ് ഏത് ആവശ്യത്തിനും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് സ്നാക്സ് വേണമെങ്കിലോ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും മിസ് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ ടീച്ചേഴ്സ് പൊതുവെ പഠിക്കാൻ തന്നെയാണ് സഹായിക്കാറുള്ളത്. ഈ പറഞ്ഞ പോലെ നമുക്ക് പോർഷൻസ് എല്ലാം ഡൗട്ട് വരുന്ന സമയത്ത് നമ്മളെ കൺവീനർ ജോസഫ് സാറും നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്ര തന്നെ സമയം എടുത്താലും ഇപ്പം ഞായറാഴ്ച ആയാലും സ്കൂൾ എല്ലാ ക്ലാസ്സുകളും തുറന്നിട്ടില്ലെങ്കിലും ടീച്ചേഴ്സ് അതിനുള്ള മുൻകൈയെല്ലാം എടുത്ത് ക്ലാസ് റൂമെല്ലാം അറേഞ്ച് ചെയ്ത് തരും. അതിനനുസരിച്ച് നമുക്ക് എത്ര സമയം എത്ര നൈറ്റ് പ്രാക്ടീസസ് അല്ലോ 9 മണി 10 മണി വരെ നമ്മളെ കൂടെ തന്നെ രാവിലെ മുതലേ ടീച്ചേഴ്സ് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. നമ്മൾ എത്ര സമയം പ്രാക്ടീസ് വെക്കുന്നോ അത്രയും സമയം നമ്മളെ കൂടെ ഉണ്ടാവാറുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് മാത്രമാണ് പോവാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇവർക്ക് ഫസ്റ്റ് കിട്ടിയ ചവിട്ട് നാടകത്തിലെ ഒരു ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കാണാം.
എല്ലാ വർഷവും പാനൂർ ഉപജില്ലയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ സ്കൂളാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു മാറ്റവുമില്ലാത്ത രൂപത്തിൽ 2025-26 അധ്യയന വർഷവും പാനൂർ സബ് ജില്ലയിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നമുക്ക് നേടാൻ കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുമായി നമ്മുടെ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുകയും ജില്ലയിൽ നിന്നും മികച്ച വിജയം നമുക്ക് നേടിയെടുത്ത് സംസ്ഥാന കലോത്സവത്തിൽ മിക്ക ഇനങ്ങളിലും അത് ചവിട്ടുനാടകം ഗ്രൂപ്പ് ഇനങ്ങൾ, അറബിക്കിൻ്റെ അക്ഷരശ്ലോകം അഥവാ മുഷാറ, കാർട്ടൂൺ, സംസ്കൃതത്തിൽ സമസ്യാപൂരണം, പ്രഭാഷണം, ഹിന്ദി കവിതാ രചന തുടങ്ങിയ ഇനങ്ങളിലൊക്കെ നമ്മുടെ ജില്ലയിൽ 1ാം സ്ഥാനം നേടിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത് മികച്ച വിജയം നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്രാവശ്യവും കണ്ണൂർ ജില്ലക്കാണ് സ്റ്റേറ്റിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി എന്ന് പറയുമ്പോൾ അതിൽ ഒരു വലിയ ഒരു പങ്ക് വഹിക്കാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിൽ ഏറെ സന്തോഷിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഈ കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഞങ്ങൾ 2 ഗ്രൂപ്പ് ഐറ്റത്തിൽ ഈ വർഷം പങ്കെടുത്തിട്ടുണ്ട്. ചവിട്ടുനാടകവും പണിയ നൃത്തവും, പിന്നെ 2 ഇൻഡിവിജ്വൽ ഐറ്റവും. അങ്ങനെ മൊത്തം 24 കുട്ടികൾക്ക് എ ഗ്രേഡ് വാങ്ങിച്ചു കൊടുക്കാൻ ഈ വർഷം സാധിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷമാണ്. ശരിക്കും ഹയർ സെക്കൻഡറിയിലൊക്കെ ഒരുപാട് പഠിക്കാനുള്ള ആ സമയത്തും നമ്മൾ ഈ ചവിട്ടുനാടകവും പണി നൃത്തമൊക്കെ പ്രാക്ടീസ് തുടങ്ങിയത് തന്നെ ഒരവസാന നിമിഷത്തിലാണ്. പക്ഷേ കുട്ടികളുടെ 4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളായിരുന്നു ചവിട്ടുനാടകത്തിലുള്ളത്. നല്ല രീതിയിലുള്ള പ്രയത്നവും അതുപോലെ രാജു ആശാൻ്റെ വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും പിന്നെ ഭയങ്കര ഡെഡിക്കേഷനായിരുന്നു കുട്ടികൾക്ക്. അവർ അത്രയും നേടിയെടുക്കുക എന്ന് പറയുന്നത് അവർക്ക് ഒരു ലക്ഷ്യമായിരുന്നു. കാരണം ഈ വർഷം പോകുന്നതിന് മുമ്പേ അവർക്ക് എന്തായാലും സംസ്ഥാനത്ത് പങ്കെടുക്കണമെന്നൊരു അതിയായ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൽ നിന്നാണ് നമുക്ക് ഈ വിജയം ഉണ്ടായത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഭാഗമാകാനും ഹയർ സെക്കൻഡറി വിഭാഗം കൺവീനറാകാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. 3800ഓളം കുട്ടികൾ പഠിക്കുന്ന രാജീവ് ഗാന്ധി മെമ്മോറിയൽ എന്ന നമ്മുടെ ഈ വിദ്യാലയത്തിൽ കഴിഞ്ഞ 28 വർഷമായി സബ് ജില്ലാ തലത്തിൽ 1ാം സ്ഥാനവും ഒട്ടുമിക്കവാറും എല്ലാ വർഷവും തന്നെ ജില്ലാ തലത്തിൽ ഓവറോൾ അതുപോലെ തന്നെ സംസ്ഥാന തലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടുന്ന വിദ്യാലയങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. പാഠ്യേതര എല്ലാ വിഷയങ്ങളിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനായിട്ട് കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് നിതാന്ത ജാഗ്രതയോടെ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം അധ്യാപകർ, മാനേജ്മെൻറ്റ്, മാതാപിതാക്കൾ എല്ലാവരും അവരുടെ അക്ഷീണ പരിശ്രമം കൊണ്ടാണ് ഈ വിധത്തിലുള്ള ഉജ്ജ്വലമായ വിജയം നേടാനാവുന്നത്. നല്ല സന്തോഷമുണ്ട്. ഒന്നാമത് സബ് ജില്ല സ്റ്റേറ്റ് ഇതിൻ്റെ അവസാനത്തെ ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലും കൂടി എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ചവിട്ടുനാടകം നല്ലോണം എഫേർട്ട് ഇട്ട് അതിന് വേണ്ടി കുറേ മെനക്കെട്ട് ലാസ്റ്റ് ഇതിലെത്താൻ പറ്റിയതിൽ ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ ആ ഒരു ഇതിലെത്താൻ പറ്റിയത് നല്ല സന്തോഷമുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ മെമ്മറീസ് ഉണ്ടാക്കി. നല്ലൊരു ഓർമ്മയായിട്ട് ഇത് എപ്പോഴും നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ ജീവിതകാലം മൊത്തം ഈ ചവിട്ടുനാടകം നമ്മൾ ഈ സ്റ്റേറ്റിൽ പോയത് എന്തായാലും എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. വളരെ നല്ലൊരു മെമ്മറി ആയിരുന്നു. ആരൊക്കെയാ ഫസ്റ്റ് ആദ്യമായിട്ട് ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർ? നമ്മൾ 4 ആൾ വെച്ച് ബാക്കി നമ്മൾ 3 ആളായിട്ട് ബാക്കി 7 ആളെ നമ്മൾ ഫസ്റ്റാ. എങ്ങനെ തോന്നി ഫസ്റ്റ് ടൈം പ്രാക്ടീസ് ചെയ്തപ്പോൾ? പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായ? ആദ്യം കുറച്ച് പഠിച്ചെടുക്കാൻ, പിന്നെ അതങ്ങ് ഇതായി. ഓക്കെ, ഇതൊക്കെ എങ്ങനെ തോന്നി? നമുക്ക് ഓക്കെ. ആദ്യം നല്ല കാലുവേന ഉണ്ടായിരുന്നു, പിന്നെ രാത്രി നല്ല ശീലമായി, പിന്നെ ഇപ്പൊ വേനയൊന്നുമില്ല, കളിച്ചാലും ഓക്കെ. തന്നെ സന്തോഷമുണ്ട്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുമ്പം എല്ലാം പെട്ടെന്ന് എങ്ങനെ ഇതിലേക്ക് വരണം തോന്നിയത്? അതായത് ഈ ഒരു ചവിട്ടുനാടകം എന്നുള്ളൊരു സംഭവത്തിലേക്ക് വരണം തോന്നി? കഴിഞ്ഞ പോലെ ഇവരെല്ലാം കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് നിൽക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ സെലക്ഷൻ വന്ന് നോക്കുമ്പോൾ സെലക്ഷൻ കിട്ടി, ഭയങ്കര സന്തോഷം. ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു സെലക്ഷൻ? കുറേ ഉണ്ടായിരുന്നു. ആദ്യം 9 മാത്രം വിളിച്ച് 5 പിന്നെ 8 വിളിച്ച് അങ്ങനെയെല്ലാം കുറേ ഇങ്ങനെ മാറി എടുത്തു. എന്താ ചവിട്ടുനാടത്തിനോടൊരു ഇഷ്ടം തോന്നി?
കാരണം മെയിനായിട്ട് നമ്മളെ സ്കൂളിൽ എല്ലാ കൊല്ലവും സ്റ്റേറ്റിൽ കൊണ്ടുവന്ന ഒരു ഐറ്റമാണ് ചവിട്ട് നാടകം. പോരാണ്ട് നമ്മളെ ഏച്ചിമാർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് മറ്റ് ഐറ്റംസിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു, കലോത്സവത്തിന് സ്കിറ്റിനൊക്കെ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രാക്ടീസിന് പോകുമ്പോൾ ഇവർ നല്ല വൈബായിട്ട് കളിക്കുന്നുമുണ്ട്. എഫേർട്ട് ഉണ്ട് എന്നറിയാം, പക്ഷേ എഫേർട്ട് ഇട്ടാലല്ലേ നമുക്ക് അതിൻ്റേതായ റിസൾട്ട് നമുക്ക് അനുഭവിക്കാനുള്ള സന്തോഷം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൊണ്ട് നമ്മൾ നിൽക്കണമെന്ന് തോന്നി അങ്ങനെ നമ്മൾ ഇതിനായിട്ട് പോയപ്പോഴേക്കും നമുക്ക് അത് ഇഷ്ടപ്പെട്ട് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ കളിക്കാൻ തുടങ്ങി. വളരെ ലൈക്ക് ഈ നമ്മൾ 8th പഠിക്കുമ്പം ഏച്ചിമാർ കളിക്കുന്നത് കാണുമ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോഴെല്ലാം ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി ഈ ചവിട്ട് നാടകം. സ്വാഭാവികമായിട്ട് എല്ലാ സ്കൂളിലും കേൾക്കാത്ത ഒരു ഐറ്റാണ് ചവിട്ട് നാടകം. അപ്പം ഇവിടെ വന്ന് ചവിട്ട് നാടകം കേൾക്കുന്നതും മെയിനായിട്ട് ചവിട്ടുകാടൻ നമ്മൾ ബോയ്സാണ് കളിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാവരും ഗേൾസാണ് കളിക്കുന്നത്. ആക്ച്വലി ഏത് ജെൻഡറിനും കളിക്കാൻ സാധിക്കും, പക്ഷേ ഇപ്പോൾ ചവിട്ടുകാടത്തിൽ ഗേൾസിൻ്റെ ഒരു സാന്നിധ്യം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏച്ചിമാരെല്ലാവരും കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് അതിനോടൊരു ഇഷ്ടവും നമുക്ക് കളിച്ച് നോക്കണം എന്നൊരു താല്പര്യം വന്നപ്പോൾ പ്രാക്ടീസിന് ഇപ്പോൾ സെലക്ഷന് പോയി. ഇപ്പം സെലക്ഷൻ നോക്കിയപ്പം എഫേർട്ട് ഇട്ടാൽ പറ്റും തോന്നി നമ്മൾ ചെയ്തതാണ്. അപ്പം അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങളത് നേടിയല്ലേ? അപ്പേ ഓക്കെ, പകുതി കടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും കൂടെ സന്തോഷമായി ഈ ഒരു കാര്യത്തിൽ വിജയിച്ചതിൽ. ഇതിപ്പോൾ നിങ്ങൾ ആദ്യത്തെ വർഷമാണോ നിങ്ങൾ ത്രൂ ഔട്ട് ആയിട്ട്? കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലമാണ് പോയത്. പക്ഷേ ഈ ചവിട്ട് നാടകം സ്കൂളിൽ നിന്ന് പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 കൊല്ലത്തോളമായി. ഓക്കെ, അപ്പം നമ്മൾ ഈ ചവിട്ട് നാടകം എന്ന് പറയുന്നത് ഒരു കോമഡി ആയിട്ട് അല്ലെങ്കിൽ ഒരു തമാശ രൂപത്തിൽ നമ്മൾ ചില സമയങ്ങളിൽ പറയാറുണ്ട് ചവിട്ട് നാടകമൊക്കെ. പക്ഷേ അത് അത്ര കോമഡി ആയിട്ടുള്ള കാര്യമല്ല, വളരെ സീരിയസ് ആയി വളരെ കാഠിന്യമുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത്രയും കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതാണ് ഈ ചവിട്ട് നാടകത്തിലെ പിള്ളേരും അതുപോലെ അതിൻ്റെ ഒരു സമ്മാനങ്ങളും ഒക്കെ. അതിനൊരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഈ പുറകിലുള്ള നമ്മുടെ ഈ മക്കൾ. അവർ നേടിയ ഒരു സ്ഥാനം, അവർ നേടിയ എ ഗ്രേഡ്. എന്തുതന്നെയായാലും ഒരുപാട് സന്തോഷത്തിലാണ് ഈ മക്കളെല്ലാവരും ഉള്ളത്. ക്യാമറാമാൻ നവീൻ രാജിനോടൊപ്പം പ്രതിഭ പ്രദീപ്, കണ്ണൂർ വിഷൻ.